അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ രചിച്ച അൽ മുലഖസുൽ ഫിഖ്ഹി എന്ന ഗ്രന്ഥത്തിൽ നിന്നും കിതാബു സ്വലാത്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനം നമ്മൾ വായിച്ച ഭാഗം ബാബുൻ ഫി അർക്കാനി സ്വലാത്തി വവാജിബാത്തിഹ വസുനനിഹ, നമസ്കാരത്തിൻ്റെ റുക്നുകൾ, വാജിബുകൾ, സുന്നത്തുകൾ. ഈ അധ്യായമാണ് നമ്മൾ ആരംഭിച്ചത്. അതിൽ നമസ്കാരത്തിൻ്റെ റുക്നുകളിൽ നിന്ന് ചില റുക്നുകൾ, 8 റുക്നുകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. നമസ്കാരത്തിൻ്റെ റുക്നുകൾ അനിവാര്യമായും നമസ്കാരത്തിൽ ഉണ്ടാകേണ്ട നിർബന്ധ ഘടകങ്ങളാണ്. അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, അതിന് ശേഷം ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് വിശദീകരിച്ചു പോകാം. അതിൽ ഒന്നാമത്തേത് ഫർള് നമസ്കാരം നിന്ന് നിർവഹിക്കണം എന്നുള്ളതാണ്. കഴിവുള്ള ആളുകൾ ഫർള് നമസ്കാരം നിന്നായിരിക്കണം നിർവഹിക്കേണ്ടത്. രണ്ടാമത് പറഞ്ഞ റുക്കിന് തക്ബീറത്തുൽ ഇഹ്റാം ആണ്. നമസ്കാരത്തിൻ്റെ ആരംഭത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീർ, ഇത് റുക്കിനാണ്. അതൊരു കാരണവശാലും ഉപേക്ഷിക്കപ്പെടാൻ പാടില്ലാത്ത തക്ബീറാണ്. മൂന്നാമത്തേത് ഖിറാഅത്തുൽ ഫാത്തിഹ, എല്ലാ നമസ്കാരങ്ങളിലും എല്ലാ റക്അത്തുകളിലും ഫാത്തിഹ പാരായണം ചെയ്യുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ റുക്കിനാണ്. നാലാമത്തേത് റുക്കൂഅ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ റക്അത്തുകളിലും റുക്കൂഅ് വേണം. അഞ്ചാമതായി നമ്മൾ പറഞ്ഞത് റുക്കൂഇൽ നിന്ന് ഉയരുക. ആറാമത്തേത് ഉയർന്നാൽ മാത്രം പോരാ, പിന്നെ അവിടെ എന്ത് വേണം? ഇഅ്തിദാൽ, അനക്കമടങ്ങി നിൽക്കണം, ചൊവ്വായി നിൽക്കണം. ഇതാണ് ആറാമത്തെ റുക്കനായിട്ട് പറഞ്ഞത്. ഏഴാമത്തേത് സുജൂദ് നിർവഹിക്കുക എന്നുള്ളതാണ്. എട്ടാമത്തേത് സുജൂദിൽ നിന്ന് ഉയർന്ന് 2 സുജൂദുകളുടെ ഇടയിൽ ഇരിക്കുക. ഈ റുക്കനുകളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ സംസാരിച്ചത്. ഇനി റുക്നു താസിഅ, 9ാമത്തെ റുക്കന്, നമസ്കാരത്തിൻ്റെ അർക്കാനുകളിൽ 9ാമത്തേത് അത്തുമഅ്നീനതു ഫീ കുല്ലിൽ അഫ്ആലിൽ മദ്കൂറ, നേരത്തെ പറയപ്പെട്ട എല്ലാ പ്രവർത്തികളിലും തുമഅ്നീനത്ത് പാലിക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ റുക്കനാണ്. തുമഅ്നീനത്ത് എന്ന് പറഞ്ഞാൽ മുസന്നിഫ് പറയുന്നു വഹിയ അസ്സുക്കൂൻ, സുക്കൂനാണ്. സുക്കൂൻ എന്ന് പറഞ്ഞാൽ അനക്കമടങ്ങലാണ്, അടക്കമാണ് തുമഅ്നീനത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചലനങ്ങളിൽ നിന്ന് നിശ്ചലമാവുക, അങ്ങനെയായാലേ തുമഅ്നീനത്താവുകയുള്ളൂ. വഇൻ ഖല്ല, അത് ഏറ്റവും ചെറിയ രൂപത്തിലാണെങ്കിലും തുമഅ്നീനത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യത്യസ്ത രീതികൾ പറഞ്ഞിട്ടുണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ഒരളവ് എങ്കിലും അനക്കമടങ്ങണം എന്ന് പറഞ്ഞവരുണ്ട്. അല്ലെങ്കിൽ ഓരോ റുക്കിനുകളിലും എന്താണോ നിർബന്ധമായി പറയേണ്ട ദിക്ർ, അത് പറയാനുള്ള ഖദറാണ് തുമഅ്നീനത്ത് എന്ന് പറഞ്ഞ ഉലമാക്കലുണ്ട്. എങ്ങനെയാണെങ്കിലും ഓരോ റുക്കിനുകളിലും ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്ത് ചെയ്യുക? അനക്കമടങ്ങി അവിടെ നിലകൊള്ളുക. എന്നാൽ മാത്രമേ എന്താവുകയുള്ളൂ? തുമഅ്നീനത്താവുകയുള്ളൂ. ഇത് നിർബന്ധമാണ്. വഖദ് ദല്ലൽ കിതാബ് വസ്സുന്നത്തു അലാ അന്ന മൻ ലാ യത്മഇന്നു ഫീ സ്വലാത്തിഹി ലാ യകൂനു മുസല്ലിയൻ വയുഅ്മറു ബിഇആദതിഹാ. ഖുർആനും സുന്നത്തും അറിയിക്കുന്ന ഒരു കാര്യമാണ്, തുമഅ്നീനത്ത് ഇല്ലാതെ, ഈ റുക്ന് പാലിക്കാതെ ഒരാൾ നമസ്കരിച്ചാൽ അവൻ എന്ത് ചെയ്തിട്ടില്ല? നമസ്കാരക്കാരനെ ആയിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? ഖുത്ബയിൽ നമ്മൾ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഒരാൾ വന്ന് നമസ്കരിച്ചു, നബിയുടെ സലാം പറഞ്ഞു, മടങ്ങിപ്പോയി നമസ്കരിക്കൂ, ഫഇന്നക ലം തുസല്ലി, താങ്കൾ നമസ്കരിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമസ്കരിച്ചിട്ടില്ല, നമസ്കരിക്കാത്തവനെ പോലെയായിരിക്കും അവൻ. മാത്രമല്ല അവനോട് അത് വീണ്ടും നമസ്കരിക്കാൻ എന്ത് ചെയ്യണം? കൽപ്പിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ തുമഅ്നീനത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു റുക്നാണ്. ഇതാണ് 9ാമത്തേത്. 10ാമത്തെ റുക്ന് അർ-റുക്നുൽ ആശിർ വൽ ഹാദി അഷർ, 10ഉം 11ഉം റുക്നുകൾ അത്തശഹുദുൽ അഖീറു വജൽസത്തുഹു, ഒടുവിലത്തെ തശഹുദും അതേപോലെ തന്നെ അതിനുവേണ്ടി ഇരിക്കുക എന്നുള്ളതുമാണ്. തശഹുദ് എന്ന് പറഞ്ഞാൽ അത്തഹിയ്യാത്തു ലില്ലാ അല്ലെങ്കിൽ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്ത് എന്ന് തുടങ്ങുന്നതായ ആ വചനങ്ങൾ, ഇത് പറയുക എന്നുള്ളത് ഒരു റുക്നാണ്. അതിനുവേണ്ടി ഇരിക്കുക എന്നുള്ളത് എന്താണ്? വേറൊരു റുക്നാണ്. ഏത് തശഹുദാണ് നമസ്കാരത്തിൻ്റെ റുക്നായിട്ട് വരുന്നത്? ഒടുവിലത്തെ തശഹുദാണ്. 2-ലധികം റക്അത്തുള്ള നമസ്കാരങ്ങളിൽ 2 തശഹുദ് ഉണ്ടാകും. അപ്പോൾ അതിൽ 1ാമത്തെ തശഹുദ് എന്തല്ല? റുക്നല്ല, അത് വാജിബാണ്. എന്നാൽ
രണ്ടാമത്തെ തശഹുദ് റുക്നാണ്. അത് നിർബന്ധമായും നിർവഹിക്കേണ്ടതാണ്. അവിടെ ഇരിക്കുക എന്നുള്ളതും റുക്നാണ്, അത് പറയുക എന്നുള്ളതും റുക്നാണ്. വഹുവ അൻ യഖൂൽ അത്തഹിയ്യാത്ത്. ഇവിടെ അത്തശഹുദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തഹിയ്യാത്തു ലില്ലാഹ് വസ്സലവാത്തുൽ മുബാറക്കാത്ത് എന്ന് തുടങ്ങുന്നതായ പദങ്ങളാണ്. അല്ലെങ്കിൽ അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്ത്, വ്യത്യസ്ത ഘടനകളിൽ അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇത് മുതൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് തുടങ്ങുന്ന സ്വലാത്ത് വരെയുമുള്ള ഭാഗമാണ് എന്ത് തശഹുദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫഖദ് സബത അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാസമഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. അതായത് ഒരിക്കലും അതിനെ ഒഴിവാക്കിയിട്ടില്ല, നിരന്തരം അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വഖാൽ സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായിട്ടാണോ നിങ്ങൾ കണ്ടത് അതേപോലെ നമസ്കരിക്കണം. അതുകൊണ്ട് ഇതെന്താണ്, നിർബന്ധമായിട്ടും അനുഷ്ഠിക്കേണ്ടതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്നാ നഖൂലു ഖബല അൻ യുഫറദ തശഹുദ്. അപ്പോൾ ഈ തശഹുദ് നിർബന്ധമാണെന്നുള്ളതിന് തെളിവെന്താ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, തശഹുദ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾ പറയുമായിരുന്നു, അസ്സലാമു അലല്ലാഹ്, അസ്സലാമു അലാ ജിബ്രീൽ വമീകായിൽ എന്ന് ഞങ്ങൾ പറയുമായിരുന്നു, തശഹുദ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ്. അപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂലു ഹകദാ വലാകിൻ ഖൂലു അത്തഹിയ്യാത്തു ലില്ലാഹ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, അങ്ങനെ പറയേണ്ടതില്ല. പിന്നെ അതിന് പകരം എന്ത് ചെയ്യുക, അത്തഹിയ്യാത്തു ലില്ലാഹ് എന്നുള്ളതായ തശഹുദ് പറയുക. അപ്പോൾ ഈ ഹദീസ് പഠിപ്പിക്കുന്നത് എന്താണ്? തശഹുദ് നിർബന്ധമാക്കപ്പെട്ടു എന്നാണ്. നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണ്, ഇത് നിർബന്ധമാക്കി എന്നർത്ഥം. ഫഖൗലുഹു ഖബല അൻ യുഫറദ് ദലീലുൻ അലാ ഫർദി. ഫർദാക്കപ്പെടുന്നതിന് മുമ്പ് എന്നുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വാക്ക് അറിയിക്കുന്നത് എന്തിലേക്കാണ്? തശഹുദ് ഇപ്പോൾ നിർബന്ധമാണ് എന്നുള്ളതിലേക്കാണ്. ഇനി 12ാമത്തെ റുക്ന്, അർ-റുക്നു الثاني عشر അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി തശഹുദിൽ അഖീർ. ഈ അവസാനത്തെ തശഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതും റുക്നാണ്, നിർബന്ധ ഘടകമാണ്. ബി അൻ യഖൂൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അതാണ് ഏറ്റവും ചുരുങ്ങിയ പദം. അങ്ങനെയെങ്കിലും പറഞ്ഞിരിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നെങ്കിലും പറയണം, അത് നിർബന്ധമാണ്. വമാ സാദ അലാ ദാലിക ഫഹുവ സുന്ന. അതിനേക്കാൾ അധികരിപ്പിച്ച് പറയുന്നത് എന്താണ്? സുന്നത്തുമാണ്. ഇതും ഒടുവിലത്തെ തശഹൂദിലാണ് റുക്നായിട്ട് വരിക. 13ാമത്തെ റുക്ൻ അത്തർത്തീബു ബൈനൽ അർക്കാൻ. ഈ പറയുന്ന റുക്നുകളെല്ലാം പിറകെ ഒന്നിന് പിറകെ ഒന്നായി, അതായത് ക്രമപ്രകാരം തന്നെ കൊണ്ടുവരണം. ആദ്യം ഖിയാം, അതിനുശേഷം തക്ബീറത്തുൽ ഇഹ്റാം, പിന്നെ ഈ നൃത്തത്തിൽ ഫാത്തിഹ, പിന്നെ റുക്കൂഅ്, ഇഅ്തിദാൽ, സുജൂദ്, ഇങ്ങനെ ആ ക്രമം പാലിക്കേണ്ടതുണ്ട്. കാരണം ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലിഹ മുറത്തബ. കാരണം ഈ ക്രമത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നത്. വഖാല സ്വല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. എന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നമസ്കരിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. വഖദ് അല്ലമഹാ ലിൽ മുസീഇ മുറത്തബതൻ ബിസുമ്മ. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഒരു സ്വഹാബി തെറ്റായി നമസ്കരിച്ച് നബി മടങ്ങി നമസ്കരിക്കാൻ പറഞ്ഞ്, ആ സ്വഹാബി എനിക്ക് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ നമസ്കരിക്കാൻ അറിയാവൂ, നമസ്കാരം പഠിപ്പിച്ചു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഓരോ കാര്യങ്ങളും സുമ്മ കബ്ബർ, സുമ്മ ഇഖ്റാ അൽ ഫാത്തിഹ, ഇങ്ങനെ സുമ്മ ഇട്ടിട്ട് പിന്നീട് ഇന്നത് ചെയ്യണം എന്നാണ് ചെയ്ത് പഠിപ്പിച്ചത്. അപ്പോൾ ഈ കൃത്യമായ ഓർഡർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാവർത്തിക തലത്തിൽ കാണിച്ചു കൊടുത്തതുമാണ്, പഠിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതുമാണ്. ഇനി അർ-റുക്നു റാബി ആഷർ, 14ാമത്തെ റുക്ൻ അത്തസ്ലീം, സലാം വീട്ടുക എന്നുള്ളതാണ്. ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖിതാമുഹാ അത്തസ്ലീം, നമസ്കാരത്തിൻ്റെ ഒടുക്കം അത് സലാം വീട്ടലാണ്. വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വതഹലീലുഹാ അത്തസ്ലീം. മറ്റൊരു റിവായത്തിൽ ഇങ്ങനെയാണ്, നമസ്കാരത്തിൽ നിഷിദ്ധമാകുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, പുറത്തുള്ള സംസാരങ്ങൾ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കൽ, വെള്ളം കുടിക്കൽ, ഇതെല്ലാം നമസ്കാരത്തിൽ നിഷിദ്ധമായതാണ്. ഇത് നിഷിദ്ധമായത് തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടെയാണ്. ഇനി അത് ഹലാലാകുന്നത് എപ്പോഴാണ്? സലാമാണ്. അതുകൊണ്ടാണ് വതഹലീലുഹാ അത്തസ്ലീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫത്തസ്ലീമു ശുരിഅ ലിത്തഹല്ലുലി മിനസ്സലാം, നമസ്കാരത്തിൽ നിന്ന് വിടുതലിന് വേണ്ടിയിട്ടാണ് സലാം. ഫഹുവ ഖിതാമുഹാ വ അലാമത്തു ഇന്തിഹാഇഹാ, അതാണ് അതിൻ്റെ ഒടുക്കവും അവസാനിച്ചു എന്നുള്ളതിൻ്റെ അടയാളവും സലാം വീട്ടുക എന്നുള്ളതാണ്. എന്നിട്ട് മുസന്നിഫ് പറയുകയാണ്, അയ്യുഹൽ ഖാരിഉൽ കരീം
അല്ലയോ മാന്യ വായനക്കാര, മൻ തറക റുക്കനൻ മിൻ ഹാദിഹിൽ അർക്കാൻ, ഈ റുക്കനുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു റുക്കന് ഒരാൾ ഉപേക്ഷിച്ചു, എന്നാൽ എന്താണ് ചെയ്യുക? ഫഇൻ കാന തഹരീമ, അങ്ങനെ ഉപേക്ഷിച്ചത് തക്ബീറത്തുൽ ഇഹ്റാമാണെങ്കിൽ, ഒരാൾ അല്ലാഹു അക്ബർ എന്ന് തുടക്കത്തിൽ പറഞ്ഞില്ല, അതാണ് ഉപേക്ഷിച്ചത് എങ്കിൽ ലം തൻഅഖിദ് സ്വലാത്തുഹു, പിന്നെ അവൻ്റെ നമസ്കാരം എന്തല്ല, പൂർണ്ണമാവുകയില്ല. അവൻ്റെ നമസ്കാരം ആദ്യം മുതൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമസ്കരിക്കേണ്ടതുണ്ട്. അവൻ്റെ നമസ്കാരം തീരെ ശരിയായിട്ടില്ല. തക്ബീർ, ചില ആളുകൾക്ക് അങ്ങനെ സംഭവിക്കലുണ്ട്. ചിലപ്പോൾ നമസ്കാരത്തിന് വരുമ്പോൾ ഇമാമ് എവിടെ ഇരിക്കും? സുജൂദിലായിരിക്കും. ഇവൻ വന്നിട്ട് നേരെ എന്ത് ചെയ്യും? സുജൂദിലേക്ക് പോകും. തക്ബീറത്തുൽ ഇഹ്റാം ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ചൊല്ലുകയില്ല. തക്ബീറത്തുൽ ഇഹ്റാം എന്താണ്? അനിവാര്യമാണ്. തക്ബീറത്തുൽ ഇഹ്റാം ഒരാൾക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ ആ നമസ്കാരം തീരെ സംഭവിച്ചിട്ടില്ല. ഇനി വഇൻ കാന ഗൈറ തഹരീമ, തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത മറ്റേതെങ്കിലും റുക്ൻ നഷ്ടപ്പെട്ടു. ഇത് വഖദ് തറകഹു അംദൻ, ഇതൊരാൾ മനഃപൂർവ്വമാണ് ഉപേക്ഷിച്ചത് എങ്കിൽ ബത്വലത് സ്വലാത്തുഹു അയ്ദൻ, അവിടെയും നമസ്കാരം പൂർണ്ണമായിട്ടും എന്താണ്? ബാത്തിലാണ്. ഏതെങ്കിലും റുക്നിനെ മനഃപൂർവ്വം ഒരാൾ ഉപേക്ഷിച്ചാൽ പിന്നെ അവൻ്റെ നമസ്കാരം എന്തില്ല, പൂർണ്ണമല്ല. ഫാത്തിഹയെ മനഃപൂർവ്വം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ റുക്കൂ, സുജൂദ്, ഇഅ്തിദാൽ, ഏതെങ്കിലും റുക്നെ മനഃപൂർവ്വം ഒരാൾ ഉപേക്ഷിച്ചാലും നമസ്കാരം ചെയ്തു, പൂർണ്ണമായും ബാത്തിലായി. വഇൻ കാന തറകഹു സഹ്വ, ഇനി ഈ പറയുന്ന റുക്നുകളിൽ ഏതെങ്കിലും ഒന്ന് മറന്നവനായിട്ടാണ് ഉപേക്ഷിച്ചത്. കറുക്കൂഇൻ ഔ സുജൂദിൻ, റുക്കൂഇനെ ഒരാൾ ഉപേക്ഷിച്ചു, അവൻ ഖിയാമിൽ നിന്ന് നേരെ സുജൂദിലേക്ക് പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുജൂദിനെ ഉപേക്ഷിച്ചു, ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ ഫൈൻ ദക്കറഹു ഖബ്ല ശുറൂഇഹി ഫീ ഖിറാഅത്തി റക്അത്തിൻ ഉഖ്റ, ഇവന് ഇത് ഉപേക്ഷിച്ചു എന്ന് ഓർമ്മ വന്നത് എപ്പോഴാണ്? അടുത്ത റക്അത്തിൽ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഓർമ്മ വന്നു. ഇപ്പോൾ റുക്കൂ ചെയ്യാതെ നേരെ സുജൂദിലേക്ക് പോയി, അങ്ങനെ സുജൂദിൽ, അതല്ല എങ്കിൽ രണ്ടാമത്തെ സുജൂദിൽ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇവനക്ക് ബോധ്യപ്പെട്ടു ഞാനെന്ത് ചെയ്തിട്ടില്ല, റുക്കൂ ചെയ്തിട്ടില്ല എന്നവന് ഓർമ്മ വന്നു. അതായത് അടുത്ത റക്അത്തിൽ ഫാത്തിഹ പാരായണം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ ഇവനെന്ത് ചെയ്തു? ഓർമ്മ വന്നു. അങ്ങനെ ഓർമ്മ വന്നാൽ ഫഇന്നഹു യഊദു ലിയഅതിയ ബിഹി വബിമാ ബഅദഹു മിനർ റക്അത്തില്ലതി തറകഹു ഫിഹ, ഏതാണോ ഉപേക്ഷിച്ചത്, മറന്നുപോയത്, അതിലേക്ക് അവൻ മടങ്ങണം, റുക്കൂഇലേക്ക് മടങ്ങണം. റുക്കൂ ആണ് ഉപേക്ഷിച്ചതെങ്കിൽ, എന്നിട്ട് എന്ത് ചെയ്യണം? ആ റുക്കൂഉം അതിന് ശേഷമുള്ളതെല്ലാം എന്ത് ചെയ്യണം? വീണ്ടും ചെയ്യണം. ഇനി വഇൻ ദക്കറഹു ബഅദ ശുറൂഇഹി ഫീ ഖിറാഅത്തി റക്അത്തിൽ ഉഖ്റ, ഇനി ഇവനത് ഓർമ്മ വന്നത് അടുത്ത റക്അത്തിൽ ഫാത്തിഹ പാരായണം ചെയ്തു തുടങ്ങിയ ശേഷം, ഒന്നാമത്തെ റക്അത്തിൽ ഏതെങ്കിലും റുക്ൻ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു എന്ന് അവനക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് അടുത്ത റക്അത്ത് ആരംഭിച്ചു, അവിടെ ഫാത്തിഹ പാരായണം ചെയ്തു തുടങ്ങി, അപ്പോഴാണ് ഓർമ്മ വന്നത്. എന്നാൽ എന്ത് ചെയ്യും? എന്നാൽ ഉൽഗിയത് അർറക്അത്തുല്ലതി തറകഹു മിൻഹ, ഏത് റക്അത്തിലാണോ ഇവനങ്ങനെ മറവി സംഭവിച്ചത് ആ റക്അത്ത് അവിടെ എന്ത് ചെയ്യും? ഇല്ലാതെയാക്കപ്പെടും. എന്നിട്ട് വഖാമത്തി റക്അത്തുല്ലതി ശറഅ ഫീ ഖിറാഅത്തിഹ മഖാമഹ, ഇവൻ ഇപ്പോൾ ആരംഭിച്ച ആ റക്അത്ത് എന്ത് ചെയ്യും? മറ്റേ റക്അത്തിൻ്റെ സ്ഥാനത്ത് നിർത്തപ്പെടും. ഇപ്പം രണ്ടാമത്തെ റക്അത്തിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഓർക്കുന്നത് എങ്കിൽ ഇത് ഒന്നാമത്തെ റക്അത്തായിട്ട് എന്ത് ചെയ്യും? പരിഗണിക്കപ്പെടും. ആ റക്അത്ത് എന്ത് ചെയ്യും? പൂർണ്ണമായിട്ടും ഇല്ലാതെയായി പോകും. വയസ്തുദു ലിസ്സഹ്വി, എന്നിട്ട് അവസാനം എന്ത് ചെയ്യണം? മറവി സംഭവിച്ചു എന്നുള്ള കാരണത്താൽ മറവിയുടെ സുജൂദ് 2 അവൻ നിർവഹിക്കണം. ഇതാണ് ചെയ്യേണ്ടത്. കൃത്യമാണോ? റുക്കിന് മറന്നുപോയി കഴിഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാമാണ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ മനസ്സിലായില്ല അല്ലേ? അതാണ് തക്ബീറത്തുൽ ഇഹ്റാമാണ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമസ്കാരമില്ല. മനഃപൂർവ്വമാണ് ഒരു റുക്കിന് നഷ്ടപ്പെട്ടു പോയെങ്കിലും പിന്നെന്തില്ല, ആ നമസ്കാരം ബാത്തിലാണ്. അതല്ല, ഒരു റുക്കിന് മറന്നുകൊണ്ട് നഷ്ടപ്പെട്ടു, അങ്ങനെ അടുത്ത റക്അത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ അതിലേക്ക് എന്ത് ചെയ്യണം? മടങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതുമുതൽ വീണ്ടും ആരംഭിക്കണം. ഇനി അടുത്ത റക്അത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ മറന്നത് ഓർമ്മ വന്നത് എങ്കിൽ ആ റക്അത്ത് എന്ത് ചെയ്യും? ഇല്ലാതെയാക്കപ്പെടും. എന്നിട്ട് നിലവിലുള്ള റക്അത്തിന് എന്ത് ചെയ്യും? ആ റക്അത്തായിട്ട് പരിഗണിച്ചിട്ട് തുടരും. ഇതാണ് ചെയ്യേണ്ടത്. ഇനി വഇൻ അലിമ റുക്നൽ മത്റൂക ബഅദ സലാം, ഇനി സലാം വീട്ടിയതിന് ശേഷമാണ് ഇവന് ഓർമ്മ വന്നത് റുക്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന്. ഫഇൻ കാന തശഹൂദൻ അഖീറൻ ഔ സലാമ, അങ്ങനെ നഷ്ടപ്പെട്ടത് അവസാനത്തെ തശഹൂദ് അവൻ പറഞ്ഞില്ല, അവിടെ ഇരുന്നേ ഉള്ളൂ, എന്ത് ചെയ്തിട്ടില്ല? തശഹൂദ് പറഞ്ഞില്ല, അതാണ് അവൻ മറന്നുപോയത്. അല്ലെങ്കിൽ സലാം വീട്ടാൻ മറന്നുപോയി, ഇതാണ് എങ്കിൽ അത്താബി, അവൻ എന്ത് ചെയ്താൽ മതി? ഇരുന്നിട്ട് അത് കൊണ്ടുവരണം, തശഹൂദ് പറയണം, സലാം വീട്ടണം. വസജദ ലിസ്സഹ്വി വസല്ലം, എന്നിട്ട് എന്ത് ചെയ്യണം? അവൻ സഹവിൻ്റെ സുജൂദ് ചെയ്തിട്ട് സലാം വീട്ടണം. അപ്പോൾ പ്രശ്നം തീർന്നു. ഇനി വഇൻ കാന ഗൈറഹുമ, ഒടുവിലത്തെ തശഹൂദോ അല്ലെങ്കിൽ സലാമോ അല്ല മറന്നുപോയത്, വേറെ ഏതെങ്കിലും റുക്നാണ്, അത് അറിഞ്ഞതെപ്പോഴാണ്?
നമസ്കാരത്തിന് വിരമിച്ച് ശേഷമാണ് ഓർമ്മ വന്നത്. എന്നാൽ ഏതുപോലെ റുക്കൂ ഇന്നഹു സുജൂദ്, റുക്കൂ സുജൂദ് പോലെ. എന്നാൽ ഫഇന്നഹു യഅതി ബിറക്അത്തിൻ കാമിലത്തിൻ ബദല റക്അത്തില്ലത്തി തറക്കഹു മിൻഹ. അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ഒരു റക്അത്ത് കൂടി നിർവഹിക്കണം. ഇപ്പോൾ സുജൂദ് നഷ്ടപ്പെട്ടു, എന്നാൽ പിന്നെ എന്ത് ചെയ്യണം? റക്അത്ത് നഷ്ടപ്പെട്ടു പോയി, അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഒരു റക്അത്ത് കൂടി നമസ്കരിക്കണം. എപ്പോഴാണ് അങ്ങനെ നമസ്കരിക്കാൻ പറ്റുക? വയസ്ജുദുൽ സഹ്വിൻ്റെ സുജൂദും ചെയ്യണം. മാലം യത്തുൽ അൽ ഫസുൽ, ദീർഘനേരമായിട്ടില്ല എങ്കിൽ. ഇവൻ സലാം വീട്ടിൽ കുറേ ഒന്നും ആയിട്ടില്ല, പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നു, എന്നാൽ പിന്നെ എന്ത് ചെയ്താൽ മതി? ഒരു റക്അത്ത് കൂടി നമസ്കരിച്ച് സഹ്വിൻ്റെ സുജൂദ് ചെയ്താൽ മതി. ഇനി ഫൈൻ ത്വാലൽ ഫസുലു, കുറേ കഴിഞ്ഞു, അതിന് ശേഷമാണ് ഓർമ്മ വന്നത്. അല്ലെങ്കിൽ അവിൻ തഖദ വുദൂഉഹു, അല്ലെങ്കിൽ ഇവൻ്റെ വുദൂ നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെയാണെങ്കിൽ ആദ സ്വലാത്ത കാമിലത്തൻ, എന്ത് ചെയ്യേണ്ടതുണ്ട്? നമസ്കാരം പൂർണ്ണമായും അവൻ മടക്കി നമസ്കരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഫമാ അഅ്ദമ ഹാദിഹി സ്വലാത്ത വമാ തശ്മുലു മിനൽ അഖ്വാലി വൽ അഫ്ആലിൽ ജലീല. ഈ നമസ്കാരം അതത്ര മഹത്തരമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വാക്കുകൾ, പ്രവർത്തികൾ ഇതെല്ലാം തന്നെ വളരെ മഹത്തമേറിയതാണ്. വഫഖല്ലാഹുൽ ജമീഅ ലിഇഖാമത്തിഹ വൽ മുഹാഫളത്തി അലൈഹ. അള്ളാഹു നാം ഏവർക്കും അത് മുറുകെ പിടിക്കാനും അതിനെ നിലനിർത്താനും നല്ല തൗഫീക്ക് നൽകട്ടെ. ഇതാണ് നമസ്കാരത്തിൻ്റെ 14 റുക്കുനുകൾ. അത് ഉപേക്ഷിച്ചാലുള്ള വിധിയുമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിൻ്റെ വാജിബാത്തുകളെക്കുറിച്ചും സുന്നത്തുകളെക്കുറിച്ചുമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീക്ക് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.